പേര് ഹസീന. എൻ്റെ വിവാഹം കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. എൻ്റെ ജീവിതം എനിക്ക് കളിയാക്കേണ്ട ഒരാവശ്യവുമില്ല. എൻ്റെ പൊന്നെ, ഞങ്ങൾ കളിയാക്കിയില്ലല്ലോ മുഹമ്മദ് അനീഷ്. അന്ന് ഭാനുപ്രിയല്ലേ വന്ന് ചോദിച്ചത് നമ്പർ തരുമോ എനിക്ക് സംസാരിക്കാനാണെന്നൊക്കെ തള്ളിയത്. അതും ഭാനുപ്രിയ ഒരു എന്താ സ്ത്രീയാണെന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു പുരുഷന്മാരെങ്കിലും ആയിരിക്കും. അങ്ങനെ സ്ത്രീകൾ എന്തായാലും ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളും ഭർത്താവൊക്കെ ഉള്ളൊരു പെണ്ണ് വന്നിട്ട് എന്തായാലും പബ്ലിക് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്പറൊന്നും ചോദിക്കത്തില്ലല്ലോ. അത്രയ്ക്ക് വൃത്തിയിട്ട പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവുമോ എനിക്കറിയത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും ആൺപിള്ളേരായിരിക്കും ഇങ്ങനെ വെറുതെ പറയുന്നതായിരിക്കും കേട്ടോ, തമാശയ്ക്ക് ചോദിച്ചായിരിക്കും. ഒരുപാട് ആൾക്കാരുണ്ട് കളിയാക്കി. ഇനി ഒരിക്കലും വരില്ല എൻ്റെ ഉമ്മാടെ സ്വത്ത്. അയ്യോ, എന്താണ് മുഹമ്മദ് അനീഷ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ സപ്പോർട്ട്, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉമ്മയെ പിടിച്ച് സത്യമൊക്കെ ചെയ്യുന്നത് വരത്തില്ലെന്ന് ഇതിനകത്തോട്ട്. കല്യാണം ഞങ്ങളെയൊന്നും വിളിക്കുന്നില്ലേ? ഭാനുപ്രിയ എന്ന് പറയുന്ന ഒരു കുട്ടി ഇങ്ങനെ വന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അന്ന് നോട്ട് ചെയ്തു വെച്ചത് മുഹമ്മദ് അനീഷ് കേട്ടോ. ഞാൻ പാലക്കാട്ടുകാരൻ. മാർച്ച് ഞാൻ കണ്ട ഉത്സവമാണ്. അപ്പോൾ മുത്തുമണി വരുമോ? ഡേറ്റ് എപ്പോഴാണെന്ന് പറയാം. കുമ്പളങ്ങി ചിക്കനും പാലക്കാട് തരാം. ഉത്സവം കണ്ടിട്ട് പോകാം. ഓക്കെ. കുമ്പളങ്ങി ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ അത് കേട്ടിട്ടുണ്ടല്ലോ. കുമ്പളങ്ങി ചിക്കൻ പാലക്കാടൊക്കെ ഉള്ളതാണോ കുമ്പളങ്ങി ചിക്കൻ? അതെന്താണ്? നാളെയല്ല, മാർച്ച് സ്കൂൾ അടയ്ക്കുമ്പോൾ. ഇയാള് ഫാൻസൊക്കെ ഇയാളെ തിരക്കുന്നു. സ്കൂൾ അടയ്ക്കാത്ത ലക്ഷ്മിന് പോകാനൊന്നും പറ്റത്തില്ല. എനിക്ക് ലീവ് എടുക്കാൻ വയ്യ. അച്ഛനാണെങ്കിൽ ലീവ് എടുക്കാൻ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ പോകാൻ മടിയാട്ടോ. തള്ളം വെച്ചിട്ട് മയത്തിലൊക്കെ തള്ളടേ. ഓഹോ, മുഹമ്മദ് അനീഷ് നമ്മുടെ ലൈവിന് പോകരുത്. നമ്മുടെ ലൈവ് ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരണം. പിന്നെ ഹസ്ബൻഡും വൈഫുമായിട്ടൊക്കെ വരണം കേട്ടോ ലൈവിൽ. 29-ാം തീയതിയിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു മുഹമ്മദ് അനീഷിൻ്റെ വൈഫും മുഹമ്മദ് അനീഷും കൂടെ ലൈവിൽ വരുമെന്നൊക്കെ കേട്ടോ. പാടിക്കോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പാലക്കാട്ടുകാരൻ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറഞ്ഞോളൂ. മുഹമ്മദ് അനീഷ് കല്യാണമൊക്കെ വിളിച്ച് തീർന്നോ? ഇത്രയും നാൾ വന്നിട്ടില്ലായിരുന്നു പാലക്കാട്ടുകാരൻ ജിത്തു. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യാതെ ലൈവ് കാണുവാണെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് കം, പ്ലീസ് കം, ലൈക്ക് പ്ലീസ് കം, ലൈക്ക് പ്ലീസ് കം, ലൈക്ക് പ്ലീസ് കം, ലൈക്ക് പ്ലീസ് കം, സബ്സ്ക്രൈബ് 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 പ്ലീസ്. ലൈവിൽ ആരും ഇല്ല അവിടെ. ആരോമൽ വന്നിട്ടുണ്ട്. ഹായ് ആരോമൽ. എന്തൊക്കെയുണ്ട് ആരോമൽ വിശേഷങ്ങൾ? ചോറ് കഴിച്ചോ? എന്താണ് കറി? പാലക്കാട്ടുകാരൻ ഞാൻ വിളിക്കും, വരണം, കാത്തിരിക്കും, എൻ്റെ മുത്തിനെ നേരിട്ട് കാണാൻ കൊതിയാകുന്നു പറയുന്നുണ്ട്. ഞങ്ങളെ വിളിക്കുമ്പോൾ ഞാൻ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് വരാമെന്ന് പറയുന്നുണ്ട് ലച്ചു. വിളിക്ക്, നമുക്ക് വരാൻ പറ്റുമെങ്കിലൊക്കെ വരാം കേട്ടോ. മൊത്തം ഓറഞ്ച് ആയിരിക്കും, പക്ഷേ ചെരുപ്പ് മാത്രം വേറെ ആണല്ലോ, ചെരുപ്പ് പിങ്കാ. ആരോമൽ ലൈക്ക് തന്നിട്ടുണ്ട്. ആരോമൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആരോമൽ എന്താണെന്ന് സ്പെഷ്യലായിട്ട് ഫുഡ് കറികളൊക്കെ എന്തൊക്കെയായിരുന്നു പറയൂ. 10 ലൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന്.